ഇന്നപ്പം നമ്മൾ എൻഡർമാൻ XP ഫാം ഉണ്ടാക്കാൻ പോകും. എൻഡർമാൻ XP ഫാം. പിന്നെ ഇത് ബെഡ് റോക്കിലും ജാവിലും വർക്കാവും. ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു മൂലക്കൊക്കെ പോകണം. ഇതാ ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? നമുക്ക് എവിടെ നിന്നാണെങ്കിലും എടുക്കാം. പിന്നെ ലീവ്സ് എടുക്കണം, ഇല. ഈ ഇല എടുത്തിട്ട് ഒരു 150 ബ്ലോക്ക് നമ്മൾ വെച്ച് പോകണം. അപ്പോൾ 10, 11, 12. നമുക്ക് കുറച്ച് ഞാൻ എണ്ണ ഒന്നും എടുക്കണില്ല, നിങ്ങളെ എണ്ണ എടുത്തോളി. 150 ബ്ലോക്ക്. അത് മാറരുത്. അതെന്തിനു വെച്ചാൽ നല്ല ഇത് വേണം. ആ ഒരു ഐലൻഡും നമ്മുടെ ഫാമും, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ സ്പോണാവും. പിന്നെ ഈ ഒരു ഇല എടുക്കാൻ മറക്കരുത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്കാണ് വെക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ സ്പോണാവാൻ പാടില്ല. ഞാൻ കുറച്ച് ഡിഫറെൻറ്റ് എടുക്കണം. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐലൻഡ് സ്പോണാവാൻ പാടില്ല. നമ്മളുണ്ടാക്കണ ഫാമിൽ കറക്റ്റായിട്ട് സ്പോണാവാൻ വേണ്ടിക്കണ്ട. ഇപ്പോൾ ഏകദേശം ഞാൻ എടുത്തിരിക്കണത് നിങ്ങൾ 150 ബ്ലോക്ക് ഇല ഇങ്ങനെ വെച്ച് പോരുക. ഇനി ഞാൻ കുറച്ചും കൂടി എടുക്കാം. ഞാനൊരു എണ്ണ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ 150 ബ്ലോക്ക് അങ്ങോട്ട് വന്നതിന് ശേഷം നമ്മളിത് കോബിൾ സ്റ്റോൺ എടുക്കണം. കോബിൾ സ്റ്റോൺ എടുത്തൊരു 9x9 ഉണ്ടാക്കും. 1, 2, 3, 5, 6, 7, 8, 9. ഇതേപോലെ തന്നെ 9x9 ഉണ്ടാക്കണം. അപ്പോൾ 9 ആകുമ്പോൾ നമുക്കിത് ഫുള്ളൊന്ന് ഇതാക്കി കൊടുക്കാം. ഓക്കെ, 2 ഇവിടെ അങ്ങോട്ട്. ഇപ്പോൾ 1, 2 കണക്കാകെ തെറ്റിയാലോ? മെസ്സേജും വരുന്നുണ്ട്. 9x9 വേണം. അപ്പം അങ്ങോട്ടും ഒരു 3 എടുത്താൽ അങ്ങോട്ട് കറക്റ്റാക്കി, ഇങ്ങോട്ടാണ് കറക്റ്റാവാത്തത്. ഇപ്പം എത്രയായി? 3. ഓക്കെ ഓക്കെ. തെറ്റി നമ്മളതാകെ. കണക്കും പാടി നമ്മൾ. ഇപ്പം 9x9 ആയില്ലേ? ഇവിടെ 4, 4, 5, 6, 7, 8, 9. ഓക്കെ, ഇനി ഇത് ഫില്ലാക്കുക, കംപ്ലീറ്റ് ഫില്ലാക്കുക. ഇത് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. ഇത് ഫുള്ള് ഫില്ലാക്കി. ഇനി അടുത്ത പണി നമ്മൾ ഹോപ്പറും ജസ്റ്റൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കീബോർഡ് കളിച്ചാൽ കിട്ടില്ല.
ഓക്കെ, ഇനി 9 9 ഉണ്ടോ എന്ന് നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 9 കിട്ടുന്നുണ്ടോ? 1 2 3 4 5 6 7 8 9. ഇപ്പം ഇങ്ങോട്ട് 9 കിട്ടും. ഇവിടെ തന്നെ 1 2 3 5 6 7 8 9 കണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും 9 9 കിട്ടണം. അപ്പോൾ ഇനിയാണ് അടുത്ത പണി. ഒരു 2 ബ്ലോക്ക് എടുത്തൊരു സെൻറ്റർ ഇങ്ങനെ എടുക്കണം. ഓക്കെ, സെൻറ്ററിലൊരു 3x3 ഇങ്ങനെ എടുക്കണം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും 3x3 കിട്ടണം. ഇത് ഫുള്ളുന്നൊരു 3 കിട്ടണം. മനസ്സിലായല്ലോ? ഇങ്ങോട്ട് 3 ഇങ്ങോട്ട് 3. ആ ഉള്ളത്തെ നടുവത്തെ ബ്ലോക്കാണ് ഇങ്ങനെ മാറ്റുക. ഇനി നമ്മുടെ ചെസ്റ്റ് എടുക്കണം. ഇവിടുന്ന് 2 ബ്ലോക്ക് ഇവിടുന്ന് കളയാം. പിന്നെ കുറച്ച് ബാക്കിലോട്ടൊന്ന് ചെസ്റ്റ് ഇതിലോട്ട് വെക്കണം. ചെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പണിയാണ് ഹോപ്പർ കണക്ട് ചെയ്യണം. ഹോപ്പർ അങ്ങനെയല്ല, പാളി. ഹോപ്പർ ചെസ്റ്റ് മോക്ക് നോക്കി നിൽക്കുന്ന രീതിയിൽ കണക്ട് ആക്കണം. അങ്ങനെ എല്ലാ ചെസ്റ്റും ഹോപ്പർ മക്ക് കണക്ട് ചെയ്താൽ മതി. ബാക്കിലോട്ട് പൊട്ടിച്ച് കളയാം. ഇവിടെ ഓക്കെ, നമ്മൾ ഇതേപോലെ ആവും. ഇനി ആവശ്യമില്ല. ആഹാ, ഫാം പൊളിഞ്ഞു. നമുക്ക് കാർപ്പറ്റ് എടുക്കാം. കാർപ്പറ്റ് എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടി ഫുള്ള് വിരിച്ചു കൊടുക്കാം. ഇത് വേണ്ട, അത് ഞാൻ നെക്കി പിടിച്ചുമ്പോൾ ആവണതാണ്. ഓരോന്നായി. ഓക്കെ, ഇത് മതി. ഇനി അടുത്ത പണി ഇതിലൊരു 3 ഹൈറ്റ് മേലോട്ട് പൊട്ടിച്ച് പൊങ്ങിയിട്ട് ഇത് പൊട്ടിച്ചളയാം. എന്നിട്ട് ഇതേപോലെ തന്നെ മേലെ റൂഫ് സെറ്റാക്കണം. ഇതേ അളവിൽ ഇനി ഇതേ അളവിൽ നമ്മൾ റൂഫ് സെറ്റാക്കി കൊടുക്കണം. കറക്റ്റല്ലേ നോക്കണം. ഇത് പൊട്ടിച്ചളയാം. ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ 2 എണ്ണമൊക്കെ ആയി വരും. എന്ന് ഞാൻ ആക്കണതല്ല, റെക്കോർഡിൻ്റെ കുഴപ്പമാണ്. കഴിഞ്ഞ വീഡിയോ ഒറ്റ റെക്കോർഡാണ് ചെയ്തത്. പക്ഷേ വീഡിയോ ഗാലറിയിലൊക്കെ എടുത്ത് നോക്കുമ്പോൾ 2 എണ്ണമായി കിടക്കുന്നു. 20 മിനിറ്റിൻ്റെ. അങ്ങനെയാണെങ്കിൽ പാർട്ട് 2 ആറിന് കൊടുക്കുക. ഇത് ഫുള്ള് കീബോർഡിൻ്റെ സൗണ്ട് ഉണ്ട് അല്ലേ? അത് ഞാൻ കീബോർഡ് താഴത്തേക്ക് വെച്ചാൽ കളിച്ചാൻ മേഖല വെച്ചതാണ്. ഞാൻ അതിൻ്റെ മുന്നിൽ തന്നെ വെച്ച് കളിച്ചു. ഓക്കെ, ഇതേപോലെ എടുക്കുക. ഇതേപോലെ ഈ ഒരു ഗ്യാപ്പും നിങ്ങൾ കൂടാൻ മറക്കും. ഇനിയാണ് നെക്സ്റ്റ് പണി. ഇവിടെ നിങ്ങൾ 2 കാർപ്പറ്റ് കൊടുക്കാം. അതിങ്ങനെ ഞാൻ കാണിച്ചു തരാം. 3 കാർപ്പറ്റ് വേണ്ട, 2 എണ്ണം മതി. ഇത് പൊട്ടിച്ചളയാം, അവിടെ ആവശ്യമില്ല. 2 വീതിയിൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 വീതി. 2 വീതിയിലൊന്ന് ചുറ്റിയെടുക്കുക. 2 ലെയർ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ വെച്ചാൽ അല്ലെ എൻഡർമാൻ ഇതിൻ്റെ മേലെ സ്പോൺ ആവാതിരിക്കാനാണ്. ഇതൊക്കെ എന്തൊരു ടെക്നോളജി ഉണ്ട്. പൊട്ടിച്ചളയാം.
ഓക്കെ, ഇനി അടുത്ത പണി പില്ലർ ഉണ്ടാക്കണം. അപ്പോൾ ഇതിൻ്റെ മേലൊരു 2 ബ്ലോക്ക് വെക്കുക, ഈ ഒരു ബ്ലോക്ക് പൊട്ടിച്ച, എന്നിട്ട് ഇതിന് ചുറ്റും 20 പില്ലർ ഇങ്ങനെ മേലോട്ട് ഉണ്ടാക്കി പോകണം. പില്ലർ ഇപ്പോൾ ഒരു പില്ലറായി നമ്മളെ. ഇനി ഇതേപോലെ ഇങ്ങോട്ട് ഇതിങ്ങനെ 20 പില്ലർ വേണം മൊത്തം. ഇനി ഒരു 19 പില്ലറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു പില്ലർ വരണ്ടേ, ഇപ്പോൾ രണ്ടാമത്തെ പില്ലർ ഇതിൽ വരണം. രണ്ടാമത്തെ പില്ലർ ഉണ്ടാക്കണം. സർവൈവൽ ഉണ്ടാക്കുമ്പോൾ നല്ല ഗതികേടാണ്. മറ്റേ സ്കാഫോൾഡിങ് ഒക്കെ എടുത്ത് ഉണ്ടാക്കണം, അല്ലാതെ ഉണ്ടാക്കാൻ ഭയങ്കര ഗതികേട്. അല്ലെങ്കിൽ എലൈറ്ററൊക്കെ വേണം. എലൈറ്റർ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഭൂമിൻ്റെ അടിയിലൊക്കെ പോകും. സർവ്വസാധാരണമാണ്. പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിലത്തേക്ക് ചാടും, നമ്മൾ ഐറ്റംസ് മൊത്തം പോകും. അപ്പോൾ ഒരു വർക്കലൊക്കെ ഉണ്ടാവും ഗെയിമിനോട്. 2 പൊട്ടിച്ചല്ല കളൻ്റെ സ്വിച്ച് മാറുകയാണ്. പ്ലേസ് ചെയ്യേണ്ടടുത്ത് പൊട്ടിക്കേണ്ട സ്വിച്ചൊക്കെ. മൂന്നാമത്തെ പില്ലർ ഓക്കെ, 3 ആയി. നാലാമത്തെ പില്ലർ ഇതേപോലെ 20 പില്ലറല്ലേ, 4ാമത്തതായി. ഓക്കെ, 4. 5ാമത്തത്. ഇതെന്തിനാ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മരിച്ചാവണം. മേലിന്ന് ചാടുമ്പോൾ ഒരൊറ്റ ഹെൽത്തേക്ക് നമ്മൾ കൈ കൊണ്ട് തൊട്ടാൽ വഴിയാവും, അതിനാണ്. ഓക്കെ, 5. ആറ്. ഏഴ്. ഇത് കുറച്ച് പണിയില്ല വർക്കാണ്. 8. ഇതൊന്ന് 1 മണിക്കൂർ പിടിച്ചെന്ന് തോന്നണേ. ഇങ്ങനെ പോകും, കണക്കും തെറ്റാൻ പാടില്ല. 9ാമത്തത്. ഓക്കെ, 9. പത്ത്. 10 ഉണ്ടാക്കി. ഇനി 10 കൂടി. നല്ല റിസ്ക്. ഇത് കണ്ടോ, ഞാൻ വെക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചാടണം. ഇതെനിക്ക് പണിയാണ്. മതി. 1ാമത്തത് ഇവിടെ റെഡി. 12ാമത്തത്. നമുക്ക് ഏത് വേണമെങ്കിലും ഫാം നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ മതി കമൻറ്റിൽ, ഞാൻ ഉണ്ടാക്കാം. പറ്റണ ഫാമാണ് കേട്ടോ.
ഇത് 13 കണക്കൊന്നും തെറ്റിയാലോ, വർത്താനം പറഞ്ഞു. ഓക്കെ, ലാസ്റ്റ് എണ്ണി നോക്കാം നമുക്ക്. ഇപ്പോൾ 13. പതിനാല്. പതിനഞ്ച്. 15. 16. 17ാമത്തത് ഇനി. ഓ, ഇടക്ക് ഇങ്ങനത്തെ ഓരോ ഇത് കിട്ടും. ഫുൾ വീഡിയോ ആണ്. അതാണ് ട്യൂട്ടോറിയൽ. ഞാൻ എങ്ങനെ ഉണ്ടാക്കണം അതുപോലെ ഉണ്ടാവും. 18 ഇനി. 18ാമത്തെ. ഇതിപ്പോൾ എത്ര മിനിറ്റ് ഇടയിൽ അതേപോലെ അപ്ലോഡ് ചെയ്യും. എഡിറ്റ് ചെയ്യാനൊന്നും നമ്മളെ ഫോൺ സപ്പോർട്ടല്ല. 18 ലാസ്റ്റ് എണ്ണി നോക്കണം. അത് വേറെ കാര്യം. ഇനി അതുപോലെ പിള്ളേരെ മുട്ട് വയ്ക്കണമെങ്കിലോ എണ്ണക്കത്തിരി വേച്ചിക്കണമെങ്കിൽ പത്തൊമ്പത് തന്നെ അല്ലേ? 19 തന്നെയാണ് വിചാരിച്ച. 20 ആയോ?